എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വീഡിയോയുടെ ഇൻട്രോ റീഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, പ്രിയ, യു ലുക്ക് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മുടെ ഷോപ്പ് ആക്ച്വലി സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇങ്ങനെ മിഡ് നൈറ്റ് വരെ തുറന്നു വെക്കാറുണ്ട്. അത് വളരെ മേ ബി വർഷത്തിൽ 5-6 തവണയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ കൊച്ചിയിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമായിരിക്കും നമ്മൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗായിരിക്കും. എനിക്ക് പ്രിയ പ്രാണിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, മേക്കപ്പ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ട് ചെയ്യുന്നുണ്ട്. സോ ഷീസ് ഗെറ്റിംഗ് റെഡി. സോ എക്സൈറ്റഡ് വി ആർ അബൌട്ട് ദിസ്. കാരണം നിങ്ങൾ കേൾക്കാത്തൊരു സംഭവമായിരിക്കും, രാത്രി 12 മണി വരെ ഡെയിലി നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് എവിടെയും കൂടെയാണെന്നറിയോ? ജ്വല്ലറി ഷോപ്പിംഗ് ഉണ്ട്. സോ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഞാൻ ആക്ച്വലി വാലന്റൈൻസ് ഡേക്ക് ഇവിടെ കാണത്തില്ല. ഐ എം ട്രാവലിംഗ്. ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് ഒരുമിച്ച് ഉണ്ടാവാതിരുന്നത്. സിംബോളിക്, പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു മാരേജ് ലൈഫിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഡേറ്റിംഗ് ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. സോ മേ ബി ഒരു പ്രീ വാലന്റൈൻ ഡേ ഗിഫ്റ്റ് ആയിട്ടും വല്ലതും വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എനിക്ക് അവർക്ക് പല സ്ഥലത്തും ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ കൊച്ചിയിൽ ഇപ്പോൾ January 25 തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓപ്പൺ ടിൽ 12 in the midnight. സോ പ്രിയ റെഡി ആവുന്നുണ്ട്. പ്രിയയുടെ ഒന്ന് ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന് നേരെ നമുക്ക് ജ്വല്ലറിയിലേക്ക് പോവാം. സമയമുണ്ടല്ലോ, പയ്യെ പോയാൽ മതി. ട്രാഫിക് ഒക്കെ മാറി പയ്യെ ഒരു രാത്രി 8 മണി 9 മണിയാകുമ്പോൾ പോയാൽ 12 മണി വരെ സമാധാനത്തോടെ ഷോപ്പ് ചെയ്യാം. ഹലോ, എന്താ ഇത്? ഇത് കൊറേ നാളായില്ല ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം പോകുന്നത് എന്താ? ആശാൻ. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കാതെ, എന്റെ ബ്ലോഗ് ഡീറ്റെയിൽ ആയി പിന്നെ ചെയ്യാം. നമ്മുടെ ഹാപ്പി സ്റ്റോറില് മമ്മിയുടെ ഒരു പുതിയ മമ്മിയായിട്ട് തന്നെ എടുത്തൊരു ബ്രാൻഡ്. മമ്മി ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ ബ്രാൻഡ് ഉണ്ട്, അനുവിന്റെ ബ്രാൻഡ് ഉണ്ട്, മമ്മിയുടെ ബ്രാൻഡ് ഉണ്ട്. ഡാഡിയുടെ കൂടെ ഒരു കുറവാണ്. മമ്മി ഈ ഒരു ഏജില് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. അതിലെ ഒരു ഫസ്റ്റ് കളക്ഷൻ ആണ് ഈ ഒരു സാരി. ഓക്കെ, സാരി ഉണ്ട്. വേറെ എന്തൊക്കെയുണ്ട് മമ്മി? ഡ്രസ്സസ് ഉണ്ട്. ഓ, പേരെന്തായിരുന്നു ബ്രാൻഡ്? അതിന്റെ വ്ളോഗൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഒന്ന് ആലോചിച്ച് നോക്ക്, മിഡ് നൈറ്റില് ജ്വല്ലറി ഷോപ്പിംഗ്. എനിക്ക് തോന്നുന്നു അത് ലോകത്ത് ചിലപ്പോ വേറെ എവിടെയും നടക്കില്ലായിരിക്കും. വേറൊരു കാര്യം അറിയോ? ഈ മിഡ് നൈറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല, അവര് 365 ഡേയ്സും ഓപ്പൺ ടിൽ മിഡ് നൈറ്റാ. അതൊരു സംഭവല്ലേ? ഉച്ചയ്ക്ക് 12 മണിക്ക് ഉറക്കും, രാത്രി 12 മണി വരെ 365 ഡേയ്സ് ഇവര് ഓപ്പൺ ആണ്. അല്ല, ട്രാഫിക് എല്ലാം അവോയ്ഡ് ചെയ്ത് പോവാലോ. അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിക്കാറ്. ഇത്രയും മേക്കപ്പ് എടുത്താലും സമയം എടുത്താലും കുഴപ്പമില്ലത്. ഇപ്പൊ തന്നെ സമയം 7:45. നമുക്ക് പയ്യെ പോയാൽ മതി. 8-9 മണിക്ക് പോയാലും ഷൂട്ട് ചെയ്യാലോ. നല്ലൊരു കോൺസെപ്റ്റാണ്. ജ്വല്ലറിക്ക് ബ്രൈഡൽസ് ഉണ്ട്, ഗോൾഡ് ഡയമണ്ട്സ് അല്ലേ? അതെ. ആൻഡ് ഈവൻ വാലന്റൈൻസ് ഡേ കളക്ഷൻ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് ആദ്യമേ ബ്രൈഡൽ ജ്വല്ലറീസ് നമുക്ക് നോക്കാൻ പോവാം. ഓക്കെ, വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഇവിടെ കാണില്ല. സോ അതിനുള്ള അതിന് ഒരു പരിഹാരമാണിത്. പോവാം. അങ്ങനെ ഇതിന്റെ സുഖം വേറെയാണ്. രാത്രി ട്രാഫിക്കിലൊന്നും പെടാതെ നമ്മൾ നേരെ നമ്മുടെ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എത്തിയിരിക്കുകയാണ്. ഇവരുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടപ്പള്ളി ബൈപ്പാസിൽ ഇവിടെ നമ്മുടെ ദേപ്പുട്ടുണ്ട്, തൊട്ടടുത്ത് ദേപ്പുട്ടുണ്ട്, അതിൻ്റെ അടുത്ത് ഏർബൻ ലാഡർ. അതൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹൈവേ തന്നെയാണ്. ഈ സാരി എടുത്തതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, പക്ഷെ അത്രയൊന്നും പോണ്ട. ലൈറ്റ് ആയിട്ട് വാലന്റൈൻസ് ഡേ ആണ്, കല്യാണ പ്രസന്റ് അല്ല ഇത്. എന്തായാലും നമുക്കൊരു അതിനുവേണ്ടി സപ്പോർട്ടിന് വേണ്ടി മമ്മീനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് മമ്മി പറയണം എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ. സംഭവം കൊള്ളാലോ. നമുക്ക് ആദ്യമേ ഏറ്റവും ലൈറ്റസ്റ്റ് സ്ഥലത്തേക്ക് പോവാം. എനിക്കൊന്നും വാലന്റൈൻസ് ഡേ കണ്ടില്ല. എന്റെ എന്തെങ്കിലും കളക്ഷൻസ് കാണും. ബ്രൈഡലൊക്കെ പിന്നെ ആ മാല എന്നെ മാടി മാടി വിളിക്കുന്നു. എങ്ങനെ?
ഏത് മാലയാ വേണ്ടത്? അതന്നെ ഇതേ മാടി മാടി വിളിക്കുന്നു തന്നെ. എന്തൊരു ഭംഗി നോക്ക്. തിരിഞ്ഞാ നോക്കട്ടെ. ആ സാരിയുടെ ലുക്കേ മാറിപ്പോയി. എന്താ ഒരു ഭംഗി. ഇവിടെ മമ്മി ഇവിടെ എന്താ കാണുന്നില്ലല്ലോ? ഇല്ല അല്ലേ? മാലയിലെ കാണുന്നുള്ളൂ. അതെ, ആളെ കാണില്ല. അത് എന്താ രജനീകാന്തിന്റെ ഡയലോഗ് ഇല്ല, എന്താ അശ്രിതല്ലേ പോലെ അടരുതല്ലേ? അത് തന്നെ. പോവാ നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് മുകളിലത്തെ ഫ്ലോർ ആട്ടാ, ഈ ഫ്ലോറിൽ അധികം നിന്ന് കറങ്ങണ്ട. ഇവിടെ വാ, മതി. കുറഞ്ഞു പോയോ അമ്മേ? അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, ഒറ്റ മാല. ഒറ്റ മാല മതി. ഓക്കെ മമ്മി ആണെങ്കിലാ നല്ല ഭംഗിയില്ലേ? പക്ഷെ ഡാഡിയുടെ കാർഡ് കൊണ്ടുവന്നില്ലല്ലോ. അതെ, ഡാഡി തന്നു. അത് ഇവിടെ വരുന്നതുകൊണ്ട് അറിയാം. പക്ഷെ ഇതിപ്പോ ഇത് എന്താല്ലേ, ആരെ വേണമെങ്കിലും രാത്രി 12 മണി വരെ. ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയേ ഉള്ളൂ. കണ്ടപ്പോ തന്നെ ഞാൻ വേഗം ആദ്യം ഇട്ട മാലയാ. നല്ലല്ലേ? അതന്നെ സിമ്പിള്, അധികമൊന്നും വേണ്ട. കൊള്ളാലോ, അതിന്റെ ഇടയ്ക്ക് അത് ചെയ്തോ? കൊള്ളാ. ഇതാണ് എന്നെ ജ്വല്ലറി ഷോപ്പിൽ കൊണ്ടുവന്നാലുള്ള കുഴപ്പം. മനസ്സിലായി. അതാ ആദ്യമായിട്ടല്ലല്ലോ, അറിയാലോ. പക്ഷെ നല്ല ഇതെന്താ സ്റ്റോൺസ്? എമറാൾഡ് വല്ലാണോ? എമറാൾഡാ? എമറാൾഡ് വിത്ത് ഡയമണ്ട്സ്, യു നോ. അതിന്റെ പാറ്റേണിന്റെ ഭംഗിയാണ് നോക്ക്. നല്ല ഭംഗിയില്ലേ? ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ടുണ്ട്. മമ്മി നോക്ക്, അവിടുന്നേ കാണാം, എഴുന്നേറ്റ് വരണ്ട. ആദ്യമായിട്ട് ലൈറ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും തെളിച്ചം. എനിക്കൊന്ന് അതിന്റെ ലൈറ്റ് മുഖത്തടിച്ചിട്ട് കൂടുതൽ തിളക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ജിഗി ജിഗ, ഇതാണ് ഒറിജിനൽ ജിഗി ജിഗ. അപ്പുറത്ത് കമ്മല് കാണിച്ചേ. ബ്യൂട്ടിഫുൾ. സിമ്പിളാ, ഒറ്റ മാല ഇട്ടാ മതി കല്യാണത്തിന്, റിസപ്ഷനൊക്കെ. ഒരു സിമ്പിൾ വള, ഇതിന്റെ പോലെ സെറ്റ്, ഒരു സിമ്പിൾ. ഇതൊക്കെ എനിക്ക് അവര് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന പാറ്റേൺസ് ആയിരിക്കും അല്ലേ? അതെ, ഇവര് ഡിസൈൻ ചെയ്യുന്ന പാറ്റേൺസ് അല്ലേ? അല്ലേ? അതാണ് യുണീക്നെസ് ഉണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി സാരിയുടെ കൂടെയും ഗൗണിന്റെ കൂടെയൊക്കെ ചേരൂല്ലേ? നമുക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് പയ്യെ പോവാം കേട്ടോ. ഇവിടെ നിന്നാ ഇത് തന്നെ സമയം പോകും. തിരിയണ്ട, എനിക്കിത് കണ്ണാടി കൂടെ തന്നെ കാണാം. നോക്ക, കൊള്ളാവോ? ഭയങ്കര ഭംഗിയുണ്ടല്ലേ? ഇത് ഒരു മാലയാണോ രണ്ട് മാലയാണോ? ഇത് രണ്ട് മാലയാ. വെറുതെ അല്ല, ഒരെണ്ണം പോരാ അല്ലേ? ഇത് വേറെ ഇത് വേറെ, ഇത് വേറെ. അതല്ല, ഇതിപ്പോ ഏതിട്ടാലും എനിക്ക് എരിയും. ടേസ്റ്റ് ആണോ? അത്രയും ടേസ്റ്റ് അല്ലേ? ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന്റെ കൂടെ. കൊള്ളാല്ലേ? ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. സാധാരണ ജ്വല്ലറി ഷോപ്പിങ്ങിന്, പക്ഷെ സത്യം പറട്ടെ, ഈ ജ്വല്ലറി ഷോപ്പിങ്ങിന് പോകുമ്പോഴേ ഒരുങ്ങത്തുള്ളൂ പ്രിയ. അപ്പോഴാണ് പ്രിയയുടെ ഭംഗി അറിയുന്നത്. അല്ലെങ്കിൽ മറ്റേ കൊണ്ട ഭംഗി മാത്രമേ അറിയുള്ളൂ. ശരിയാ. എന്നാലല്ലേ എവിടെ പോയാലും ട്രാവൽ ചെയ്ത് ഒരു ഐഫൽ ടവറിന്റെ അടി ഫോട്ടോ എടുക്കാൻ പോയാലും കൊണ്ടയാ ജ്വല്ലറി ഷോപ്പിംഗ് പോയാൽ ഒരുങ്ങും. അല്ലെങ്കിൽ ജ്വല്ലറിനെ നമ്മൾ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എത്ര പേരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും പാഷനും ആണ് ഇത്. ഡിസൈനർ, ആർട്ടിസൻസ് എല്ലാരും കൂടെ വരുമ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ പീസസ് വരുന്നത്. അടിപൊളി. പയ്യെ മുകളിലേക്ക് പോയാലോ? ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഡയമണ്ട്സ് ആണ്. പക്ഷെ അന്നേക്കാട്ടി കൂടുതൽ ഡെക്കറേറ്റ്, അവരുടെ ഡിസൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വി ഫീൽ ലൈക്ക് സംതിങ് സ്പെഷ്യൽ എന്ന് തോന്നിക്കും. കാരണം ഓരോന്നിനും ഓരോ തീമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഗ്രൗണ്ട് ഫ്ലോർ വന്ന് കാണാൻ തന്നെ അടിപൊളിയാണ്. അമ്മയുടെ സാരിക്കും ബിഗ് കോംപ്ലിമെന്റ്സ് ഉണ്ട് കേട്ടാ, പക്കയാണ്. ആ ജ്വല്ലറിയും കൂടെ വന്നു കഴിയുമ്പോൾ പൂർത്തിയായി. എന്തായാലും സാരി മമ്മി കൊടുത്തു, ഒരു മാലയും കൂടെ കൊടുക്കുക. ഞാൻ കമ്മലും കൊടുക്കാം. അടിക്കും മമ്മി, ഇത് ഞങ്ങളൊക്കെ തന്നെയല്ലേ ബമ്പർ പ്രൈസ്, പിന്നെന്ത് വേണം? ഇത് ഗോൾഡിന്റെ ആണ്. പക്ഷെ ഈ ബ്രൈഡൽ ജ്വല്ലറി ഒക്കെ ഷോപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു മെമ്മറിയും ഒരു എക്സ്പീരിയൻസും കൂടെ ആണല്ലോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്ത ഒരു ബ്രൈഡൽ ഏരിയ തന്നെ കണ്ടിട്ടില്ല. എന്നാലോചിച്ച് നോക്ക്, ഇത് നമ്മുടെ ഇവരുടെ നോർമൽ ഏരിയ, ഇത് മൊത്തം നോർമൽ ഏരിയ ആണ്. എല്ലാ കളക്ഷൻസും ഉണ്ട്.
പക്ഷെ ബ്രൈഡലിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഒരു ബുട്ടീക്ക് ഇൻസൈഡ് ഓഫ് ഷോപ്പ് പോലെ. അടിപൊളിയായിട്ടില്ലേ അത്? അതൊരു ഒരു പ്രൈവസി കിട്ടണ പോലെ. പ്രൈവസി ഫീൽ ദ ബ്രൈഡ്സ് ഫീൽ സ്പെഷ്യൽ നോ, അങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് വേണ്ടി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് പോലെ അടിപൊളിയായിട്ടുണ്ടത്. നല്ല കോൺസെപ്റ്റ്. അതെ, കയറി ചെല്ലുന്നത് ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ഏത് ഓർണമെന്റ് ആണെന്ന് നോക്കാല്ലോ. വേണ്ട, കണ്ണടച്ചു എങ്ങനെ കാണും? അത് വേണ്ട, നോക്കട്ടെ. നിർത്താൻ പാടില്ല. ഏതിലേക്കായിരിക്കും? ഓ, അപ്പൊ നമുക്ക് അതിൽ തന്നെ ഇട്ട് തുടങ്ങി നോക്കാം. ഇതിന്റെ ഒരു വെറൈറ്റി കണ്ടോ? ഇത് കണ്ടോ ഈ വർക്ക്? അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. കൊള്ളാല്ലേ? പൊതുവെ ഗോൾഡിന്റെ ഇങ്ങനത്തെ പാറ്റേൺ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇനാമൽ പെയിന്റിങ് ചെയ്തിരിക്കുന്നതാ. ഈ മറ്റേ നമ്മുടെ മൈസൂർ പാലസിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ആ സീലിംഗിലൊക്കെ അവിടെ ഇടാം ഈ പാലസ്. ഇട്ട് നോക്ക്. ഒരെണ്ണം സെലക്ട് ചെയ്തല്ലോ. എന്നെ നോക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇത്രേ. അല്ല, ഈ മാലകളില് ഭംഗി മാലകളൊന്നുമല്ല, കണ്ണാടിയിലൊന്നും അല്ല. ഞാൻ പ്രിയനെ അത്ഭുതപ്പെട്ടിരിക്കുക. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇരിക്കും, എന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കുമെന്ന്. അതെ, ഒരു കാര്യം ചെയ്യാം. ഇഷ്ടമുള്ള 4 സെലക്ട് ചെയ്യാം. 4 ഇട്ട് നോക്കാം. ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാം. എന്നാ മാക്സിമം 5 4 സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തേതാ? അടുത്തത് ഇതാ. ഓക്കേ, അത് കുന്തൻ വർക്കിന്റെ ജ്വല്ലറിയാണ്. കുന്തൻ വർക്ക് കം ഗോൾഡിന്റെ മിക്സ് ചെയ്തുള്ള ജ്വല്ലറിയാണ് ഇത്. കുന്തൻ ഓർമ്മയുണ്ടല്ലോ? ഏതാ? കുന്തൻ. അടുത്തത് എമറോൾഡ് വെച്ചിട്ടുള്ള ഗ്രീൻ സ്റ്റോൺസിന്റെ ഒരു ആന്റീക് ലുക്കുള്ള മാല. കംപ്ലീറ്റ് ആന്റീക്കിലും കുന്തനിലൊക്കെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. ഇട്ട് നോക്കുമ്പോ അറിയാം. സ്റ്റോൺ ഗോൾഡിന്റെ കൂടെ വരുമ്പോഴേ കുറച്ചും കൂടി എടുത്ത് കാണും ആ സ്റ്റോൺസ്. അപ്പൊ അതും കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം എന്താണ് അതിന്റെ ഭംഗി. ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്താൽ 4 മതിയല്ലോ. അത് കൊള്ളാലോ. ഇത് കണ്ടോ? ഇത് കൂടുതൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് പേള് വരുന്നുണ്ട് ഈ മാലകളിൽ ഇവിടെ കണ്ടോ. പക്ഷെ ഇത് ആക്ച്വലി കണ്ട ഒരു ഗോൾഡ് മാലയൊന്നും പറയില്ലല്ലോ അല്ലേ? പക്ഷെ അത് ആ ഒരു വർക്കിലാണ് ചെയ്തിരിക്കുന്നത്, പേളും കൂടെ മിക്സ് ചെയ്തിട്ട്. അല്ല, ഇങ്ങനെ കാണുമ്പോ ഓക്കേ, നമുക്ക് ഇട്ടും കൂടെ നോക്കാം. ഓക്കേ, ഇത് കണ്ടോ? അതിന്റെ ലോക്കറ്റ് കണ്ടോ? എല്ലാം ജിമിക്ക് ജിമിക്ക് ജാനകി ജിമിക്ക് ജിമിക്ക് ജാനകി തൂങ്ങി കിടക്കുകയാണല്ലോ. അപ്പൊ ഇനി ഹാപ്പി ആണല്ലോ ട്രൈ ചെയ്യാൻ. എന്നാ തുടങ്ങിക്കാം. എത്ര നേരം എടുത്താണ്? 4-5 ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. 4-5 ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേ, ഇതൊന്നും നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഞാനത് ഇട്ടെങ്കിലും കൊതി തീർത്തല്ലോ അല്ലേ? ഇത് എപ്പോഴാണെങ്കിലും കാണുകയും ചെയ്യാലോ. അതെ, അതുകൊണ്ട് എനിക്ക് ഇടാനുള്ള ഭാഗ്യവും കിട്ടി. എല്ലാം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ പോവാണ്. ഇത് ആക്ച്വലി മാച്ച് ചെയ്ത് ഇതിന്റെ കൂടെ അല്ലേ? അതെ, മറ്റേത് നോക്കാം. വാലന്റൈൻസ് ഡേക്ക് ഉള്ളത് വാങ്ങി തരാൻ ഉദ്ദേശമുണ്ടല്ലേ? നോക്കി തരാന്ന്. കുഴപ്പമില്ല, എനിക്കൊന്നും വേണ്ടതില്ല. എനിക്ക് വേണ്ട. ഇതിന്റെ പ്രത്യേകത എനിക്കൊന്ന് ഇതിലും പേളും കുന്തൻ വർക്കും കൂടെ മിക്സഡ് ആണ്. ബീഡ്സ്, പേള് കണ്ടോ, കുന്തൻ വർക്ക്. ഇതിന്റെ കണ്ട താമരയാ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഇൻട്രിക്കറ്റ് വർക്ക് അല്ലേ? കണ്ടോ എന്ത് ഭംഗിയല്ലേ? ഫുൾ കമ്മലും വരുന്നുണ്ട്. കമ്മലും ഉണ്ട് കണ്ടോ. രണ്ടുപേർക്കും ഇത്ര ഇഷ്ടപ്പെട്ടത് എന്താന്ന് കാണിച്ചേ?
ഏതാ എന്തോ ബാംഗിൾ ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്നത്? ഭയങ്കര ഭംഗിയുണ്ട്. ഏതാ അത്? ഒരു കുന്തൻ വെച്ചിട്ടുള്ള വള. നോക്കട്ടെ. ഈ അറ്റത്തെ 2 വള. രണ്ടുപേരും ഒത്തൊരുമയെ പറഞ്ഞു കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്നിട്ട് മമ്മി പറഞ്ഞു ഡാഡിനെ വിളിച്ചോണ്ട് വരാം. ആദ്യമേ അതല്ല പറഞ്ഞേട്ടാ. ആദ്യം പറഞ്ഞ ദില്ലുവിനോട് വാങ്ങാൻ. ഞാൻ പറഞ്ഞ എനിക്കൊരു 10 രാജ്യത്തിൽ പോകാനുള്ളതാണ്. അതെ, മറ്റേത് സേവിങ്സ് ആമി, മനസ്സിലേക്ക് ഒരു സേവിങ്. അത് മറ്റേത് മെമ്മറീസ്. അതെ, എല്ലാരും പോയി എന്നിട്ട് പ്രിയ പോഹൻ അതും കൂടെ നോക്കാതെ പോവില്ലാന്ന്. കൊള്ളാം, വാ വന്നേ ആ താഴത്തേം കൂടെ പോയി നോക്കിട്ട് ഇറങ്ങാം. എനിക്ക് വേണ്ടതില്ലോ, ഞാൻ വാങ്ങി തരുന്നില്ല, നോക്കാനല്ലേ പറഞ്ഞോളൂ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഇതൊക്കെ കണ്ട പ്രിയ ലൈറ്റ് വെയിറ്റ് ആണ്. 1/2 ഗ്രാം തൊട്ട് തുടങ്ങും. 1/2 ഗ്രാം. അപ്പൊ ഏകദേശം ഒരു 6000 റുപ്പീസിനൊക്കെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങാം. വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, ബഡ്ജറ്റ് നിൽക്കുമല്ലോ. വില കൂടിയ വേണമെങ്കിൽ അതും കൊടുക്കാം. പക്ഷെ കുറഞ്ഞത് ലവ് ബേർഡ്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡ് കൊടുത്തു ബഡ്ജറ്റിലും ലൈഫ് ലോങ് നിൽക്കും ചെയ്യും അല്ലേ? ഓർമ്മയ്ക്കായിട്ട്. മറ്റേ ഫസ്റ്റ് ടൈം ഡേറ്റ് ചെയ്യുന്നവര് ഒരു 10 വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോ പറയും അന്ന് നമുക്ക് വാലന്റൈൻസ് ഡേക്ക് തന്നല്ലേ. ഇങ്ങനത്തെ മാലകൾ കൊടുക്കുന്ന തന്നെയാ. കുറേ ഭംഗിയുള്ള ഡിസൈൻസും പാറ്റേൺസും ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഈവിൾ ഐ പോലെ. നല്ല ഭംഗിയുണ്ട്. നല്ലല്ലോ, ഒരുപാട്. സാധാരണ ഇങ്ങനെ ഉണ്ടെങ്കിൽ 1 or 2 കാണും. ഇവിടെ കുറേ ഉണ്ട് ഈ ലൈറ്റ് വെയിറ്റ് സംഭവം. ഓക്കെ, അത് ആക്ച്വലി വാലന്റൈൻസ് ഡേക്ക് ഒന്നും ആയിരിക്കില്ല. പക്ഷെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമുക്കത് പറയാൻ പറ്റും. കുറേ ഉണ്ടല്ലോ. ബ്ലാക്ക് കണ്ടാ കാണാനും നല്ല ഭംഗിയില്ലേ? 1/2 ഗ്രാമേ ഉള്ളത്. പക്ഷെ കണ്ട അന്നും കാട്ടി വെയിറ്റ് ഒന്നും തോന്നിക്കും കേട്ടാ. നൈസ് നോ. ഒരുപാടുണ്ട് കേട്ടോ. 1/2 ഗ്രാമിന്റെയും 3/4 ഗ്രാമിന്റെ ഒക്കെ, ചിലത് 1 ഗ്രാമിന്റെ. അതാണ് എല്ലാ ബഡ്ജറ്റും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ വാലന്റൈൻസ് ഡേക്കും ഗിഫ്റ്റ് തരാം, ഒരു കുഴപ്പമില്ല. അന്ന് ഇത്രയും തിന്നായിട്ടുള്ളതൊന്നും, അറ്റ്ലീസ്റ്റ് ഇത്രയും പാറ്റേൺസ് ഒന്നും ഇല്ലായിരുന്നു. അതെ, അത് വാങ്ങാം. കൊള്ളാം അല്ലേ? അത് എല്ലാം നല്ല മോഡേൺ കണ്ടംപററി ഡിസൈൻസും. നമുക്ക് എന്തോരം വെറൈറ്റി ആണ് ലൈറ്റ് വെയിറ്റ്. അപ്പൊ ഇനി എക്സ്ക്യൂസ് ഇല്ല കേട്ടോ വാങ്ങി കൊടുക്കാതിരിക്കാൻ. അതൊന്നുമല്ല, പുതിയതായിട്ട് ജോലി കിട്ടിയാൽ ആർക്കാണെങ്കിലും ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു സിംബോളിക് ആയിട്ട് ഗോൾഡ് വാങ്ങി കൊടുക്കാമല്ലോ. വലിയൊരു ബഡ്ജറ്റ് ആവുന്നില്ല. പിന്നെ അത് ഇപ്പൊ നമ്മളൊരു ഡിന്നറിന് പോയാലും അതുപോലെ വേസ്റ്റ് ആവുന്ന ഒരു ഫീലിംഗ് വരില്ലല്ലോ. എപ്പോഴും അത് കയ്യിലിരിക്കും, വെയിറ്റും ഇല്ല. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നത്, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അടിപൊളി. നോക്ക്, ഇത് കൊള്ളാലോ. ഇത് പക്ഷെ റേറ്റ് കൂടും അല്ലേ? ഇത് എന്താ നെറ്റ് പോലെയാണല്ലോ. ഫ്രീ ഇത് നോക്ക്, റോസ് ഗോൾഡ് ആണ്. കൊള്ളാം അല്ലേ? പക്ഷെ ഭയങ്കര വെയിറ്റ്, നല്ല ഇട്ട് നോക്ക്, നല്ല രസമുണ്ട്. അവിടെ നല്ല നോക്കിയാൽ മതി. പക്ഷേ അങ്ങനെ നോക്കി വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗി തോന്നും. ഓക്കെ ഓക്കെ, അപ്പൊ ഇറങ്ങാം. സമയം എന്തായെന്നറിയോ? 11:50. അതാണ് 12 മണിക്ക് ഷോപ്പ് തുറന്നാലുള്ള ഗുണം. അതെ, 12 മണിക്ക് തുറന്നാലും അതുവരെയും ഷോപ്പ് ചെയ്യും. സത്യം. ഹാപ്പി ഇറങ്ങാലോ. ഗൈസ്, AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ എടപ്പള്ളിയിലാണ് വരുന്നത്. ദേപ്പൂരിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ജ്വല്ലറീസും കിട്ടും. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദ കളക്ഷൻസ്. ആൻഡ് പ്രിയയുടെ ഡ്രസ്സിങ്ങും പ്രിയനെ കാണാനും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ ഓൾസോ. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.